ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചാന്ദ്രദിനം എന്നാണെന്ന് എല്ലാവർക്കും അറിയാലോ. മോനറിയോ ചാന്ദ്രദിനം എന്നാണ്? ജൂലൈ 21. അതെ, ജൂലൈ 21-നാണ് ചാന്ദ്രദിനം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായി കേൾക്കുക, അറിയാത്ത ചോദ്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ മോനെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ. നമ്മൾ ജീവിക്കുന്ന ഗ്രഹം ഏതാണെന്നറിയോ? അറിയാം. ഏതാണ്? ഭൂമി. ഓക്കെ, നമുക്ക് എത്ര ഗ്രഹങ്ങളുണ്ടെന്നറിയോ? പറഞ്ഞോ, എത്രയാണ് അറിയെങ്കിൽ പറ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 8 ഗ്രഹങ്ങളുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ 8 ഗ്രഹങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണെന്നറിയോ? ചന്ദ്രൻ. അതെ, ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം എത്രയാണെന്നറിയോ? നമുക്കറിയാം, ഗ്രഹങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു 8 ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. 8 ഗ്രഹങ്ങൾ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നുണ്ട് അല്ലേ? ഈ 8 ഗ്രഹങ്ങളും ഏതിനെയാണ് ഭ്രമണം ചെയ്യുന്നതെന്ന് അറിയോ? സൂര്യനെ. അതെ, അതേപോലെ നമ്മുടെ ഉപഗ്രഹമായുള്ള ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നുണ്ട്. അതിനെടുക്കുന്ന സമയം അറിയോ? അറിയില്ല അല്ലേ? അതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ് ആണ്. മനസ്സിലായോ? എത്രയാണ് പറഞ്ഞേ? 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. അതെ, 43 മിനിറ്റ്. ഇനി ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കുറേ ഓരോ കാര്യങ്ങളും ഓരോ പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയും. അതുപോലെ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഏതാണെന്നറിയോ? കേട്ടിട്ടുണ്ടോ? അറിയില്ല അല്ലേ? ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് സെലനോളജി എന്നാണ്. എന്താണ്? സെലനോളജി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. നമുക്കറിയാം, ചന്ദ്രൻ ഭൂമിയുടെ അടുത്താണോ കിടക്കുന്നത്? അല്ല അല്ലേ? കുറച്ച് ദൂരം അല്ലേ? അപ്പോൾ എത്ര ദൂരെയാണെന്നാണ് ചോദിക്കുന്നത്. എത്ര ദൂരെയാന്ന് വെച്ചാൽ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. ചോദ്യം മനസ്സിലായോ? ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണെന്നറിയോ? 1.3 സെക്കൻഡ്. അതെ, 1.3 സെക്കൻഡ്. മോൻ ഇത് മുന്നേ പഠിച്ചതുകൊണ്ട് ഓർമ്മയുണ്ടല്ലേ? അതെ. ഓക്കെ, അപ്പം ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. മോനെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 4 പേരടങ്ങുന്ന ഒരു ടീം ബഹിരാകാശത്ത് പോയതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? അതിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ശുഭാംശു ശുക്ല. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ശുഭാംശു ശുക്ലയെ കുറിച്ചിട്ടല്ല, ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ മനുഷ്യൻ അതാരാണെന്നറിയോ? ഇത് നമ്മൾ പഠിച്ചതാണ്. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ വ്യക്തി ആരാണ്? നീൽ ആംസ്ട്രോങ്. ഉത്തരം ശരിയാണ്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആൾ കൂടി ഉണ്ടായിരുന്നല്ലോ. നീൽ ആംസ്ട്രോങ് ഒറ്റയ്ക്കാണോ പോയത്? അല്ല. ആരായിരുന്നു കൂടി ഉണ്ടായിരുന്നത്? എഡ്വിൻ ആൽഡ്രിൻ അല്ലേ? എഡ്വിൻ ആൽഡ്രിൻ നീൽ ആംസ്ട്രോങ്ങും ആണ്. ഏത് വർഷം ഓർമ്മയുണ്ടോ? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? അത് ഓർമ്മയില്ലേ? എപ്പോഴാണ് പറഞ്ഞേ? 1969 ജൂലൈ 21 അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ? അപ്പോൾ 1969 ജൂലൈ 21-നാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ തുടങ്ങിയവർ എവിടെ പോയത്? ചന്ദ്രനിൽ കാലുകുത്തിയത്, അല്ലെങ്കിൽ ചന്ദ്രനിൽ ഇറങ്ങിയത്. ഓക്കെ മോനെ, അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണെന്നാണ്. ചന്ദ്രനിലേക്ക് പോയത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ഒക്കെ കൂടി ചന്ദ്രനിലേക്ക് പോയതിനെ കുറിച്ച് പറഞ്ഞു. ഏത് വർഷമായിരുന്നു? 1969 അല്ലേ? 1969. അപ്പോൾ അവരെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? അപ്പോളോ 11. ഓക്കെ, അപ്പോളോ 11 ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 പേരുടെ പേര് പറഞ്ഞു. എന്നാൽ അവർ 2 പേര് മാത്രമല്ല ആ വർഷം പോയത്. അവരുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോൻ അറിയോ? അറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് മൈക്കൽ കോളിൻസ് എന്നാണ്. അപ്പോൾ ടോട്ടൽ എത്ര പേര് പോയി? 3 പേര്. 1969 ജൂലൈ 21-ന് 3 പേര് കൂടിയിട്ടാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് പോയത്. പക്ഷേ ആദ്യമായി കാലുകുത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നീൽ ആംസ്ട്രോങ്. ഓക്കെ, നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ എഡ്വിൻ ആൽഡ്രിനും അതുപോലെ തന്നെ മൈക്കൽ കോളിൻസും ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, നമ്മൾ നേരത്തെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം പറഞ്ഞിരുന്നു അല്ലേ? 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം അറിയോ മോനെ? അറിയില്ല അല്ലേ? 3,84,404 കിലോമീറ്റർ. ഒന്നുകൂടെ പറഞ്ഞുതരാം, 3,84,404 കിലോമീറ്റർ. മോനൊന്ന് പറഞ്ഞു നോക്കി. 3,84,404 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നോക്കി. അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ.